ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ മമ്മൂട്ടി ചിത്രം തിയേറ്ററുകളിലെ കൃത്യം 13 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഒരു ചാത്തൻ കഥയുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഈ ഹൊറർ ത്രില്ലർ ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ 11 ദിവസത്തെ ഡീറ്റെയിൽ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട്, 12ാം ദിവസത്തെ കളക്ഷൻ ഉൾപ്പെടെയുള്ള 12 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എല്ലാം തന്നെയാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ ചാനൽ മമ്മൂട്ടി സിനിമകളുടെ കളക്ഷൻ കുറയ്ക്കുന്നേ എന്ന് പറഞ്ഞ് നമ്മുടെ ചാനൽ കമന്റ് ബോക്സിലും മറ്റു ചാനൽ കമന്റ് ബോക്സിലും പോയി നിലവിളിക്കുന്ന ആരാധകരെ നിങ്ങൾ തന്നെ കണ്ടിരിക്കുമല്ലോ. 10 ദിവസങ്ങൾ കൊണ്ട് 50 കോടിക്ക് മുകളിൽ സിനിമ കളക്ഷൻ നേടിയെടുത്തെന്നാണ് ആരാധകരുടെ അഭിപ്രായം. എങ്കിൽ പോലും ഇപ്പോഴത്തെ യഥാർത്ഥ കളക്ഷൻ പുറത്തു വരുമ്പോൾ 11 ദിവസങ്ങൾ കൊണ്ടാണ് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 50 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടത് എന്ന് മമ്മൂട്ടി ഫാൻസ് ട്രാക്കിംഗ് പേജ് കൂടിയായ ഫോറം കേരളം ഒപ്പം തന്നെ ഫ്രൈഡേ മാറ്റിനി തുടങ്ങിയവരെല്ലാം തന്നെ അറിയിച്ചിട്ടുണ്ട് എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. ഇനി എന്ത് പറഞ്ഞ് പ്രതിരോധിക്കും എന്നത് നിങ്ങൾ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് കൂടി അറിയിച്ചുകൊള്ളട്ടെ. അപ്പോൾ ഡീറ്റെയിൽ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 11 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ 20 കോടി 10 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 6 കോടി 50 ലക്ഷം, ഓവർസീസിൽ നിന്ന് 2.86 മില്യൺ ഡോളേഴ്സ്, അതായത് 23 കോടി 75 ലക്ഷം എന്നിങ്ങനെ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ 11 ദിവസങ്ങൾ കൊണ്ട് 50 കോടി 35 ലക്ഷമാണ് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുത്തിരിക്കുന്നത്. ഇന്നലത്തെ 12ാം ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനോടെ അത് 51 കോടി 40 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലത്തെ കൃത്യമായി കേരള കളക്ഷനോ വേൾഡ് വൈഡ് കളക്ഷനോ ഒന്നും തന്നെ നിലവിൽ പുറത്തു വന്നിട്ടില്ല. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലെ കൃത്യമായ വേൾഡ് വൈഡ് ഫിഗേഴ്സ് എല്ലാം തന്നെ കുറച്ച് ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ മാത്രമേ പുറത്തു വരികയുള്ളൂ എന്ന് കൂടി പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ദിവസങ്ങളിൽ സിനിമയുടെ കളക്ഷൻ കുറയും എന്നത് തന്നെയാണ്. 12ാം ദിവസത്തെ സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ 1 കോടിയല്ല, 50 ലക്ഷമല്ല, 40 ലക്ഷത്തിൽ താഴെയാണ് എന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം. അതും കൃത്യമായ ഫിഗേഴ്സ് നിലവിൽ നമ്മുടെ കേരള ബോക്സ് ഓഫീസ് ട്രാക്കേഴ്സ് പുറത്തുവിട്ടിട്ടില്ല. അതിന്റെയും പ്രധാനപ്പെട്ട കാരണം സിനിമയുടെ കളക്ഷൻ ഞായറാഴ്ച കളക്ഷനെ അപേക്ഷിച്ച് തിങ്കളാഴ്ച നല്ല രീതിയിൽ കളക്ഷൻ ഇടിവ് സംഭവിച്ചു എന്നത് തന്നെയാണ്. അപ്പോൾ ആകെ മൊത്തത്തിൽ 50 കോടി രൂപയ്ക്ക് മുകളിലേക്ക് വേൾഡ് വൈഡ് കളക്ഷൻ എത്തപ്പെട്ട സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്ര വരുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. എന്തായാലും സിനിമയുടെ കളക്ഷൻ അറിയാനായിട്ട് കാത്തിരിക്കൂ. അവസാനമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ചാനലിന് ഒരുപാട് വിമർശകരുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അത് മമ്മൂട്ടി ആരാധകർ മാത്രമല്ല വിമർശകരായിട്ടുള്ളത്. മമ്മൂട്ടിയുടെ PR ടീമിൽ പെടുന്ന മറ്റു കുറച്ച് യൂട്യൂബ് ചാനലുകാരുണ്ട് എന്നാണ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്കിടയിൽ മാസങ്ങൾക്കിടയിൽ വ്യക്തമായത്. വേണമെങ്കിൽ നമുക്ക് അതിനുള്ള മറുപടിയുമായിട്ട് അടുത്ത കണ്ടന്റുമായിട്ട് ഒരു വീഡിയോ എല്ലാം തന്നെ ചെയ്യാം, ചില പ്രമുഖ യൂട്യൂബ് ചാനലുകളെ പോലെ. പക്ഷെ അതിനുള്ള സമയം നമുക്കില്ല. ഒന്നാമത് സിനിമാ വിഷയമായിട്ട് തന്നെ ഒരുപാട് കണ്ടന്റുകളുടെ പൂരമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിലും അത് തന്നെയാണ്, കണ്ടന്റുകളുടെ പൂരമാണ്. അപ്പോൾ സിനിമകളുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കാണ് നമുക്ക് താല്പര്യം. അതല്ലാതെ വേറെ ഏതെങ്കിലും ചാനലിനെ കുറിച്ച് പരദൂഷണം പറഞ്ഞ് റീച്ച് ഉണ്ടാക്കേണ്ട അവസ്ഥ ഒന്നും തന്നെ നമ്മുടെ ചാനലിന് ഇല്ല എന്നുകൂടി പ്രത്യേകം പ്രേക്ഷകർ അറിയിച്ചുകൊള്ളട്ടെ. അന്നും ഇന്നും നമുക്ക് ലഭ്യമായത്, നമുക്ക് അർഹതയുള്ളത് എല്ലാം തന്നെ യൂട്യൂബിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സംതൃപ്തി ഉള്ളത് കൊണ്ട് തന്നെയാണ് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ദിനം പ്രതി നമ്മുടെ ചാനലിൽ നിന്നും വരുന്നത് എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, എങ്കിൽ പോലും ഒരു സമയം കിട്ടിയപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള സിനിമകളുടെ വാർത്തകൾ അറിയാനായിട്ട്.